യേസ് ആപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ രാജ്യത്ത് ഗവൺമെൻറ് കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, അതുപോലെ തന്നെ മഴയുടെ തീവ്രത വർദ്ധിക്കുമ്പോൾ പ്രഖ്യാപിക്കുന്ന അലർട്ടുകളാണിത്. കളർ കോഡുകളുടെ അലർട്ടുകൾ. അതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും മഴയുടെ തീവ്രത വർദ്ധിക്കുമ്പോൾ, ഏതെങ്കിലും രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ പ്രഖ്യാപിക്കുന്ന അലർട്ടുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം. ആദ്യമായി പ്രഖ്യാപിക്കുന്ന അലർട്ടാണ് ഏത് അലർട്ട്? ഗ്രീൻ അലർട്ട്. ഏത് അലർട്ട് പറഞ്ഞേ? ഗ്രീൻ അലർട്ട്. എന്താ ഗ്രീൻ അലർട്ട് എന്ന് പറഞ്ഞാൽ 64.4 മില്ലിമീറ്റർ താഴെയുള്ള മഴ പെയ്യുമ്പോൾ പ്രഖ്യാപിക്കുന്ന അലർട്ടാണ് ഏത് അലർട്ട്? ഗ്രീൻ അലർട്ട്. ഈ ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സാധാരണ രീതിയിലുള്ള മഴയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭയപ്പെടേണ്ട സാഹചര്യമില്ല. അപ്പോൾ ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്നറിയിക്കുന്ന അലർട്ടാണ് ഏത് അലർട്ട്? ഗ്രീൻ അലർട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 64.4 മില്ലിമീറ്റർ മുകളിൽ മഴ പെയ്യുമ്പോൾ എന്ത് പ്രഖ്യാപിക്കുന്നത്? യെല്ലോ അലർട്ട്. ഏത് അലർട്ട് പറഞ്ഞേ? യെല്ലോ അലർട്ട്. എന്ത് യെല്ലോ അലർട്ട് എന്ന് പറഞ്ഞാൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെയുള്ള മഴ പെയ്യുമ്പോൾ പ്രഖ്യാപിക്കുന്ന അലർട്ടാണ് ഏത് അലർട്ട്? യെല്ലോ അലർട്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പൊതുജനങ്ങൾ എന്ത് ചെയ്യുക? മുൻകരുതൽ പാലിക്കുക. അതുപോലെ കാലാവസ്ഥയെ നിരന്തരം നിരീക്ഷിക്കുക. അത് യെല്ലോ അലർട്ടിൽ സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അലർട്ടാണത് ഓറഞ്ച് അലർട്ട്. ഏത് അലർട്ട് പറഞ്ഞേ? ഓറഞ്ച് അലർട്ട്. എന്താ ഓറഞ്ച് അലർട്ട് എന്ന് പറഞ്ഞാൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ പെയ്യുമ്പോൾ പ്രഖ്യാപിക്കുന്ന അലർട്ടാണ് ഏത് അലർട്ട്? ഓറഞ്ച് അലർട്ട്. ആ സമയത്ത് പാലിക്കേണ്ട മുൻകരുതൽ എന്താ? അതൊരു അതിജാഗ്രതാ മുന്നറിയിപ്പാണ് ഓറഞ്ച് അലർട്ട്. അതായത് അതിശക്തമായ മഴ പെയ്യുമ്പോൾ പ്രഖ്യാപിക്കുന്ന അലർട്ടും ഏത് അലർട്ടാണ്? ഓറഞ്ച് അലർട്ടാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ സമയത്ത് ഒരുക്കങ്ങൾ ആരംഭിക്കുക. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് എന്ത് ചെയ്യുക? മുൻകരുതൽ കൊടുക്കുക, മുൻകരുതലുകൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ ആ സമയത്ത് പുഴയോരങ്ങളിൽ ഇറങ്ങുന്നത് വിലക്കണം. അധികാരികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ സമയത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പുഴയോര മേഖലയിലുള്ള ആളുകൾ പുഴയോരങ്ങളിൽ ഇറങ്ങുന്നത് വിലക്കേണ്ട അലർട്ടാണ് ഏത് അലർട്ട്? ഓറഞ്ച് അലർട്ട്. അത് കഴിഞ്ഞാൽ ഫൈനൽ അലർട്ടാണ് റെഡ് അലർട്ട്. ഏത് അലർട്ട് പറഞ്ഞേ? റെഡ് അലർട്ട്. എന്താ റെഡ് അലർട്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും 204.5 മില്ലിമീറ്റർ മുകളിലുള്ള മഴ പെയ്യുമ്പോൾ പ്രഖ്യാപിക്കുന്ന അലർട്ടാണ് ഏത് അലർട്ട്? റെഡ് അലർട്ട്. ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പാലിക്കേണ്ട മര്യാദകൾ എന്ന് പറഞ്ഞാൽ, ആ സമയം എന്ന് പറഞ്ഞാൽ കർശന ജാഗ്രതാ മുന്നറിയിപ്പ് നൽകണം. അതായത് കർശന ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുന്ന അലർട്ടാണ് ഏത് അലർട്ട്? റെഡ് അലർട്ട്. ഏത് രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് അധികാരികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദുരന്ത സാധ്യത മേഖലയിൽ നിന്നും പൊതുജനങ്ങളെ നിർബന്ധമായും മാറ്റിപ്പാർപ്പിക്കുക. അപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ദുരന്ത സാധ്യത മേഖലകളിൽ നിന്നും പൊതുജനങ്ങളെ നിർബന്ധമായും മാറ്റിപ്പാർപ്പിക്കേണ്ട അലർട്ടാണ് ഏത് അലർട്ട്? റെഡ് അലർട്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പുഴയോര മേഖല, മലയോര മേഖല, ആ മേഖലയിൽ ആളുകൾ എന്ത് ചെയ്യുക? നിർബന്ധമായി മാറ്റിപ്പാർപ്പിക്കണം. ആ സമയത്ത് പൊതുജനങ്ങൾ മാറ്റിപ്പാർക്കാൻ താല്പര്യം കാണിച്ചില്ലെങ്കിൽ അവരെ ബലം പ്രയോഗിക്കാനുള്ള അധികാരം ആ സമയത്തുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ സമയത്ത് മലയോര മേഖലയിൽ യാത്രകൾ വിലക്കണം. ഹൈ റേഞ്ച് യാത്രയെ വിലക്കേണ്ട അലർട്ടാണ് ഏത് അലർട്ട്? റെഡ് അലർട്ട്. ആ സമയത്ത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ നിർബന്ധമായി അടച്ചിടണം. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ തുറക്കാൻ പാടില്ല. അതുപോലെ തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ ആരംഭിക്കണം. അപ്പോൾ റെഡ് അലർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 204.5 മില്ലിമീറ്റർ മുകളിലുള്ള മഴ പെയ്യുമ്പോൾ പ്രഖ്യാപിക്കുന്ന അലർട്ടാണ് ഏത് അലർട്ട്? റെഡ് അലർട്ട്. ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ദുരന്ത മേഖലയിൽ നിന്നും പൊതുജനങ്ങളെ നിർബന്ധമായി മാറ്റിപ്പാർപ്പിക്കുക. വേണമെങ്കിൽ ബലപ്രയോഗം നടത്താവുന്നതാണ്. അതുപോലെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന താലൂക്ക് തല കൺട്രോൾ റൂമുകൾ ആരംഭിക്കുക. അതുപോലെ ടൂറിസ്റ്റ് കേന്ദ്രം അടക്കുക, മലയോര യാത്രകൾ വിലക്കുക. ഇതെല്ലാം റെഡ് അലർട്ട് പ്രഖ്യാപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അലർട്ടാണ് ബ്ലൂ അലർട്ട്. എന്താ ബ്ലൂ അലർട്ട് എന്ന് പറഞ്ഞാൽ, അതായത് ഡാം പ്രദേശങ്ങളിൽ, അപ്പോൾ മഴയുടെ തീവ്രത വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഡാം പ്രദേശങ്ങൾ പ്രഖ്യാപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അലർട്ടാണ് ഏത് അലർട്ട്? ബ്ലൂ അലർട്ട്. ബ്ലൂ അലർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാം തുറന്നു വിടുന്നതിൻ്റെ മുന്നോടിയായി ഡാം പ്രദേശങ്ങളിൽ പ്രഖ്യാപിക്കുന്ന അലർട്ടാണ് ഏത് അലർട്ട്? ബ്ലൂ അലർട്ട്. ഏത് അലർട്ട് പറഞ്ഞേ? ബ്ലൂ അലർട്ട്.